my dear friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെൽവാർസിൻ്റെ ഒക്കെ നെക്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഷെയ്ഡിലുള്ള ബീഡ്സും ഒരു നോർമൽ സിവിങ് ത്രെഡും പിന്നെ ഒരു സ്മോൾ സൈസിലുള്ള നീഡിലും കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൽവാർസിൻ്റെ ഒക്കെ നെക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ ഒരു ബീഡ് നമ്മൾ സെയിം കളറിലുള്ള നേവി ബ്ലൂ കളറിലുള്ള ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡാണ് കേട്ടോ. പിന്നീട് ഗോൾഡൻ ഷെയ്ഡിലുള്ള ബീഡാണ്. പിന്നെ നേവി ബ്ലൂ നമ്മുടെ സെയിം ക്ലോത്തിൻ്റെ സെയിം ഷെയ്ഡിലുള്ള നോർമൽ സ്വിങ് ത്രെഡും പിന്നെ നമുക്ക് ഈ ഒരു ബീഡ് കൊള്ളുന്ന ഒരു ഏത് നമ്പറിലുള്ള സ്മോൾ സൈസിലുള്ള നീഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പാറ്റേൺ നമ്മുടെ ക്ലോത്തിലേക്ക് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് നെക്കിൻ്റെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് താഴേക്ക് ഒരു വള്ളി രൂപത്തിൽ ഇങ്ങനെ താഴേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഏറ്റവും മുകളിലത്തെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ത്രെഡ് പുറത്തേക്ക് എടുത്തിട്ട് അതിൽ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു ലൈനിലൂടെ നമ്മൾക്ക് ഈ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡ്സിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം തന്നെ 4-5 ബീഡ്സ് നമുക്ക് ത്രെഡിൽ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് 1-2 പ്രാവശ്യം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല സ്ട്രോങ്ങിൽ അവിടെ നിൽക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ നീഡിലിനെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നേരത്തെ ചെയ്ത അതുപോലെ തന്നെ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കുക. വീണ്ടും സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക, കെട്ടിടുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് പോവാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള ഈ എല്ലാ ലൈൻസിലും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ ലൈൻസും ഈ ഒരു സെയിം ഷെയ്ഡിലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ലൈൻസ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഭാഗത്തുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ബീഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലീഫ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4-5 ബീഡ് മുകളിലായിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം അതിൽ ഒരു 3 ബീഡ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇതുപോലെ 2 സൈഡിലും കൊടുത്തു. ഈ ഒരു രീതിയിൽ നമ്മളിത് താഴേക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ താഴെയായിട്ട് വീണ്ടും ത്രെഡ് പുറത്തേക്ക് എടുക്കുക. അവിടെ വീണ്ടും 3 ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചെരിച്ചിട്ട് ഇതുപോലെ ത്രെഡ് താഴേക്ക് പോവുക. വീണ്ടും അടുത്ത സൈഡിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ശേഷം ഇത് നമ്മളൊരു ലീഫ് രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ലീഫ് വരുന്നത്. ഈ ഒരു ലീഫിനെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു സെൻറ്റർ പോർഷനിൽ കാണുന്ന ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡ് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു 4-5 ബീഡ് ഇതുപോലെ നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഗോൾഡൻ ബീഡ്സിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ രീതിയിൽ തന്നെ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ 2 ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ലൈൻസിലെല്ലാം നേവി ബ്ലൂ കളറിലുള്ള ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമുക്ക് എത്രത്തോളം ഇതുപോലെ ഗോൾഡൻ ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും ഗോൾഡൻ ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇതുപോലെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ്. ഇവിടെ നമുക്ക് നീഡിൽ ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ കൊള്ളുന്ന ഏത് നീഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഒരു മീഡിയം സൈസിലുള്ള ഏത് നീഡിൽ വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈനിൻ്റെ ഇടയിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ട് 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ പല സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ ഈ ഒരു ബീഡ്സ് കൊണ്ടുള്ള ഡിസൈനും ഈ ഒരു ഫ്രഞ്ച് നോട്ടും എല്ലാം നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു പാർട്ടി വെയർ ഡിസൈനായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.